നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസ് റെസിപ്പി കണ്ടു നോക്കിയാലോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അടിപൊളിയായിട്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സെർവ് ചെയ്യാനും ഡിന്നർ റെസിപ്പി ആയിട്ടൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ചേർക്കുന്നില്ല, സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. വീണ്ടും ഒരു 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 3 എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞാനിത് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയും ഞാൻ ഉപ്പും കുരുമുളക് പൊടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി സെയിം പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാട്ടോ, വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കരുതേ. ഓയിൽ ഇതുപോലത്തെ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലിൽ തയ്യാറാക്കിയെടുത്താൽ മതി. എന്നിട്ട് അതിൽ നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ ഒരുപാട് അങ്ങ് ഹാർഡായി പോകരുത് കേട്ടോ, സോഫ്റ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എഗ് നൂഡിൽസാണ് എടുത്തത്. 280 ഗ്രാമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുക്കായിട്ട് ഒരുപാട് അങ്ങ് കുക്കായി പോകരുത്. അപ്പോൾ നമുക്ക് വെന്ത് കുഴഞ്ഞു പോയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കിട്ടില്ല. ഒരു 3/4 ഭാഗത്തിൻ്റെ അടുത്ത് വെന്ത് കിട്ടിയാൽ മതി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഈ വെള്ളം ഫുള്ളായിട്ട് വാർത്തെടുക്കണം. പിന്നെ അതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണേ, അത് പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വെള്ളം ഫുള്ള് വാർത്തെടുത്തതിന് ശേഷം നമുക്കൊരു പരന്ന പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം കേട്ടോ. എന്നിട്ട് ആ ഒരു പ്ലേറ്റിൽ നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ആ ഒരു ഓയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ നൂഡിൽസിന് നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും, പരസ്പരം ഒട്ടി പിടിക്കുകയില്ല. ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിലാട്ടോ എല്ലാം ചെയ്തെടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തതും 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും 1 ചെറിയ സവാള അരിഞ്ഞ് വലുതാണെന്ന് 1ന്റെ പകുതി മതി കേട്ടോ. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ക്യാരറ്റ്, വലിയൊരു ക്യാരറ്റ് എടുത്തിട്ട് അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ഒക്കെ ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കും. ഒരുപാട് വെന്തൊടയരുത് കേട്ടോ. പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കുക. ഇവിടെ കുട്ടികൾക്കൊന്നും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ 2 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസും 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ഡാർക്ക് സോയാ സോസാണ് ചേർത്തിട്ട്. ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡാർക്ക് തന്നെ കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതാ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചതുണ്ടല്ലോ, എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തതും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതും, അത് രണ്ടും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഉടയരുത്. പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് നൂഡിൽസ് വെന്ത് പോയാലുണ്ടല്ലോ അത് കുഴഞ്ഞു പോകും, നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടൂല കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ചും കൂടെ ഒന്ന് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഓണിയനൊക്കെ ഇതിലേക്ക് മസ്റ്റ് ആട്ടോ, അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു നൂഡിൽസ് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം, ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.